ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ജോബ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ രാജ്. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു RPF-ന്റെ SI കോൺസ്റ്റബിൾ എക്സാമ്പിളിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു, ഇന്നും അതുപോലെ 10 ക്വസ്റ്റ്യൻ ആണ്. സോ അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ജോബ് ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇതിൽ ഇന്നും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണ്, ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. കാരണം ഇതിന്റെ പല തവണ ആവർത്തിച്ചു നിങ്ങളുടെ SIയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ SIക്ക് മാത്രമേ വരുന്നു, ഇപ്പോൾ നിങ്ങൾ കോൺസ്റ്റബിൾ മാത്രമേ അപ്ലൈ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ SIയുടെ ക്വസ്റ്റ്യൻസ് പഠിക്കണം അങ്ങനെയൊന്നുമല്ല. കാരണം ഈ ക്വസ്റ്റ്യൻസ് എന്താവും തിരിച്ചും മറച്ചൊക്കെ ചോദിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്താണ് ഡിഗ്രി ലെവൽ എക്സാം ആണ്, ഒന്ന് +2 ലെവൽ എക്സാം ആണെങ്കിൽ പോലും ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് മാറുന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നും ഇതിലുണ്ടാവില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 15/23 എന്ന ഗണത്തിൽ പെടാത്ത ഫ്രാക്ഷൻ ഏതാണെന്നാണ് ചോദ്യം, അല്ലെ? ഇതൊന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനിൽ ഏതാണ് ഈ 15/23 എന്നുള്ളത് ആകാത്തതെന്ന് ചോദ്യം. നോക്കി നോക്കാം. ആദ്യത്തെ അവിടെ നോക്കിയാൽ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്താണ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഓപ്ഷൻ ഡി ഞാൻ എടുക്കുകയാണ്. എന്താണ് 30/46. നിങ്ങൾ നോക്കിയാൽ മുകളിൽ താഴെ എനിക്ക് 2 കൊണ്ട് ഹരിക്കല് പകുതി കണ്ടു കഴിഞ്ഞാൽ 30ന്റെ പകുതി എത്രയാണ്? 15. 23ന്റെ പകുതി 46. സോറി, 46ന്റെ പകുതി 23. അപ്പൊ ഇത് എന്തായാലും എന്താണ് ഒരു ഈ കട്ട് ചെയ്ത് ചെറുതാക്കി വരുമ്പോൾ 15/23 കിട്ടും. അപ്പൊ എനിക്ക് എന്താ പറയാൻ പറ്റില്ല, ഇതെന്തായാലും അതിന്റെ ഘടകമാണ്, അല്ലെ? അല്ലെങ്കിൽ കട്ടി ചെറുതാക്കി എനിക്ക് 15. അങ്ങനെ കിട്ടാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ തന്നെ ഏതാണ്ട് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിയേ, 15 ആ ഓപ്ഷൻ എ. അടുത്തത് ബി എന്താ? 75/115, അല്ലെ? 75 പറഞ്ഞാൽ 15 × 5 ആണ്, അല്ലെ? എനിക്കറിയാം 15 × 5, 15 5 പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോക്കിയേ അവിടെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ? 75-ല് എത്ര പ്രാവശ്യം വരും? 5 15 പ്രാവശ്യം. 115-ല് എത്ര പ്രാവശ്യം വരും? 23 പ്രാവശ്യം. അതെന്താണ്? 15/23 ആണ്, അല്ലെ? ഇനി ഇവിടെ നോക്കി 45 ഉണ്ട്. 45/69, അല്ലെ? 45/60. എനിക്ക് രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന ഏതുണ്ട്? നോക്കി, 3 പോകും, അല്ലെ? 45-ല് 3 എത്ര പ്രാവശ്യം വരും? 15 പ്രാവശ്യം. 69-ല് 3 എത്ര പ്രാവശ്യം വരും? 23 പ്രാവശ്യം. സോ ഈ പറഞ്ഞ കണക്ക് ഇതും വരും, ഇതും വരും, ഇതും വരും. സോ അല്ലാത്ത ഏതാണ്? 105/162 ആണ് എന്റെ ഉത്തരം. ക്ലിയർ ആയോ? ഇനി 105/162 ആണ് എന്റെ ഉത്തരം. നമുക്ക് പെട്ടെന്ന് പറയാം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ 105 162 കൃത്യമായി ഒരു നമ്പർ കൊണ്ട് വെട്ടി കളയാൻ പറ്റുമോ നോക്കുക. കളയാൻ പറ്റില്ല. അപ്പൊ അതെന്തിന് ഈക്വൽ അല്ല? 15/23 ഈക്വൽ അല്ല. സോ അതിന്റെ ഓപ്ഷൻ എ ആണ് എന്റെ ആൻസർ. 2019-ലെ RPF SIയുടെ ഷിഫ്റ്റ് 1-ൽ ചോദിച്ച ചോദ്യം. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിട്ട് കളയരുത്. ഏറ്റവും ചെറിയ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? 15 ഹരിക്കണം 23 എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് 0 പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടാ. അങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് തന്നിരുന്ന ഫ്രാക്ഷൻ നോക്കുക, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ആവറേജ് മാർക്ക് ഓഫ് 3 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഇൻ ആൻ എക്സാമിനേഷൻ 18/25. അതായത് 3 സ്റ്റുഡൻസ്, ഒരു ക്ലാസ്സിലെ 3 സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 3 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 18 ആണ്. ഓക്കെ, ഔട്ട് ഓഫ് 25 ടോട്ടൽ മാർക്ക് 25. 25-ല് 18 മാർക്ക്. 2 ന്യൂ സ്റ്റുഡൻസ് അപ്പിയർ ഇൻ ദ എക്സാം. 2 പുതിയ പിള്ളേരും കൂടി എക്സാമിന് വന്നു. ഓക്കെ, then what is the minimum mark which can be obtained by new student and it is less than other students and the total average of all the 5 students increases 20 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കി. കാരണം എന്താണെന്ന് മനസ്സിലാവുന്നത് എളുപ്പമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 3 സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ 3 സ്റ്റുഡൻസ് എടുക്കുകയാണ്. 3 സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെയൊക്കെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പൊ ഓൾറെഡി ഉള്ളത് 18 ആണ്. ഇവിടെയും 18, ഇവിടെയും 18. ഇതല്ലേ ആവറേജ് എന്ന് പറഞ്ഞാൽ? ഇനി ഇവിടെ 2 സ്റ്റുഡൻസ് വന്നു. 2 സ്റ്റുഡൻസ് വരുമ്പോ എന്താ അവരുടെ ആവറേജ് എന്താണ്? 20 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമുക്ക് 20 എടുക്കാം, ഇയാൾക്കും 20 എടുക്കുകയാണ്. ഇങ്ങനെ എടുത്താൽ എല്ലായിടത്തും 20 ആയോ? എല്ലാവരുടെയും ആവറേജ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ 20 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഞാനിവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വേറെ കളർ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു പ്ലസ് ഒരു 2 കൂട്ടുണ്ടരും, ഇവിടെ ഒരു +2, ഇവിടെ ഒരു +2. പിന്നെ ഇവിടെ ഓൾറെഡി നമുക്ക് 20 ഇവിടെ ഉണ്ട്, അല്ലെ? ഇപ്പൊ ഈ കറുപ്പിൽ എഴുതിയിട്ടുള്ളതല്ലേ പുതിയ മാർക്കായിട്ട് ഉണ്ടാവുക. അങ്ങനെ എടുത്താൽ എല്ലാവർക്കും കറക്റ്റ് 20 വെച്ച് കൊടുക്കാൻ പറ്റും. 5 പേർക്ക് 20 വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിക്കേ, പുതുതായിട്ട് എത്ര മാർക്ക് വന്നു? 20 20 40 42 44 46 മാർക്ക് എക്സ്ട്രാ വരണം.
ക്ലിയർ ആയ പറഞ്ഞത്? മുമ്പ് 3 സ്റ്റുഡൻസ് ഉണ്ട്, 3 സ്റ്റുഡൻസിന് 18 ആയിരുന്നു. ഈ 2 സ്റ്റുഡൻസും മൊത്തത്തിൽ 46 മാർക്ക് എടുത്താൽ എന്തായി? എല്ലാവർക്കും 20 എന്നുള്ള ആവറേജ് ആയി. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ വിച്ച് ക്യാൻ ബി എന്താണ്, വാട്ട് ഈസ് ദ മിനിമം മാർക്ക് വിച്ച് ക്യാൻ ബി ഒബ്റ്റെയിൻ? ഇപ്പൊ 2 സ്റ്റുഡൻസിന് കൂട്ടുമ്പോൾ 46 വരണം, അതിൽ 2 പേരുണ്ട്. ഇവിടെയാണ് ഈ ക്വസ്റ്റ്യൻ ഒരു ട്വിസ്റ്റ് ഉള്ളത്. ഇവിടെ ഇതുവരെ നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ അപ്പൊ നമ്മൾ പെട്ടെന്ന് 46 അപ്പൊ 2 പേർക്ക് വേഗം പകുതി പകുതി വെച്ചിട്ട് 23 എഴുതും. അതല്ല ഉത്തരം. ഓക്കെ, നമ്മൾ നോക്കി നോക്കാം. ഇവിടെ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ആ 2 സ്റ്റുഡൻസിൽ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം മാർക്ക്, ഈ കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് വേണം എന്ന് പറഞ്ഞ 2 പേരുണ്ട്. ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് വേണം, 2 പേരിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് എന്താണ് ഏറ്റവും കൂടിയ മാർക്കായാൽ പോരെ? ഞാൻ പറഞ്ഞ വൃത്തി ശ്രദ്ധിച്ചോ. എന്താണ്? ടോട്ടൽ 2 പേരുടെ മാർക്ക് കൂട്ടുമ്പോൾ 46 വേണം. ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ മാർക്ക് ആവുകയും വേണം എന്ന് പറഞ്ഞാൽ മറ്റാൾക്ക് എന്താവണം? കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മാർക്ക് കിട്ടിയാൽ പോരെ? കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ മാർക്ക് എത്രയാ? 25. അപ്പൊ ഒരാൾക്ക് 25 കൊടുത്താൽ മറ്റേ എനിക്ക് എത്ര കൊടുക്കാൻ പറ്റും? 21 കൊടുക്കാൻ പറ്റും. അപ്പോ അങ്ങനെ ലഭിക്കാൻ പറ്റുന്ന മിനിമം മാർക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ കയറി ഏറ്റവും മിനിമം മാർക്ക് 21 ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? 3 പേരുണ്ട്, 3 പേരുടെ ആവറേജ് 15 ആവുന്നുണ്ട്, 2 പേരും കൂടി വന്നു, അപ്പൊ ആവറേജ് 20 ആയി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു. 2 പേർക്കും കൂടി 46 വന്നാൽ എല്ലാവരും 5 പേരുടെയും ആവറേജ് 20 ആയി. മറ്റേ ഇതിന് എക്സ് ഒക്കെ വെച്ച് ചെയ്യട്ടെ, എക്സ് ഒന്നും വെച്ച് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്താണ് പ്രശ്നം. എന്താണ്? അങ്ങനെ വരുന്ന 2 പേരില് ഒരാൾക്ക് വാങ്ങാവുന്ന ഏറ്റവും മിനിമം മാർക്ക് എത്രയാണെന്ന്. ഒരാൾക്ക് ഏറ്റവും മിനിമം വരുന്നത് മറ്റാൾക്ക് ഏറ്റവും മാക്സിമം കൊടുത്താൽ പോരെ? അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് ഏറ്റവും കുറവ് വാങ്ങാൻ പറ്റില്ല ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ. സോ മറ്റാൾക്ക് 25 മാർക്ക് ഒന്ന് കൊടുത്തു, അപ്പൊ ഒരാൾക്ക് എത്ര വരുന്നത്? മറ്റാൾക്ക് 21 വന്നേ പറ്റുള്ളൂ. ക്ലിയർ ആയോ? സോ ഇതാണ് ഞാൻ ഒരിക്കലും 23 സാധാരണ എല്ലാവരും തെറ്റിക്കുന്ന 46 കണ്ടു കഴിഞ്ഞാൽ വേഗം 2 പേർക്ക് 46. സോ ഒരാൾക്ക് 46/2 23 ഒക്കെ എഴുതും. പൊട്ട തെറ്റ്. അത് വീട്ടിലെത്തി നമ്മൾ പറയും യെസ് എന്റെ എളുപ്പമായിരുന്നു, ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു എന്നൊക്കെ പറയും അല്ലെ? പൊട്ടത്തരല്ലേ അത്? ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അടുത്തത് അതെന്താ? ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 16, 24, 36, 54 ലീവ്സ് റിമൈൻഡർ 12, 20, 32 and 50 റെസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പറിന്റെ ഏതോ ഒരു നമ്പറിനെ ഞാൻ 16 കൊണ്ടും 24 കൊണ്ടും 36 കൊണ്ടും 54 കൊണ്ടും ഒക്കെ എനിക്ക് ഹരിക്കാൻ പറ്റും. അങ്ങനെ ഹരിക്കുമ്പോ 16 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം 12 വരണം, 24 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരണം 20 വരണം, അതുപോലെ 36 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 32 വരണം, 54 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 50 വരണം. ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനത്തെ പല തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും, ഇത് എന്താ ഇപ്പൊ സാധനം എന്ന് വിചാരിക്കും അല്ലെ? എളുപ്പമാണ്. ഇവിടെ നോക്കിയേ, ഈ 2 നമ്പർ അങ്ങനെ എഴുതിയതിന് ഒരു കാരണമുണ്ട്. ഇവിടെ നോക്കിയേ 16, 12 വ്യത്യാസം പറയാ 4, 24, 20 വ്യത്യാസം 4, ഇവിടെ 4, ഇവിടെയൊക്കെ 4 അല്ലേ വ്യത്യാസം. അപ്പൊ എങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വ്യത്യാസം എന്തായാലും കോമൺ ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും, കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞില്ല നിങ്ങൾ എന്ത് ചെയ്താൽ അറിയോ? ഈ നമ്പറുകളിലൊക്കെ LCM കാണാം, LCM കണ്ടിട്ട് ആ വ്യത്യാസം അത് കുറച്ചാൽ മതി. ക്ലിയർ ആയോ? LCM കണ്ടിട്ട് വ്യത്യാസം കുറയ്ക്കും. ഇവിടെ ഏതൊക്കെ നമ്പർ LCM കാണേണ്ടത് നോക്കി. ഇവിടെ ഏതൊക്കെ ഉണ്ട്? 16 ഉണ്ട്, 24 ഉണ്ട്, 36 ഉണ്ട്, 54 ഉണ്ട്. എല്ലാറ്റിലും കോമൺ ആയി പോകുന്നുണ്ടോ? യെസ്, 2 കൊണ്ട് എളുപ്പത്തിന് വേണ്ടി അല്ലേ? എളുപ്പം 2 കൊണ്ട് പോവാം. 16 പോയി എത്രയാണ്? 8, 24, 12, 36, 18, 56, 27. ഇനി വീണ്ടും ചെറുതാക്കി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 3 കൊണ്ട് അല്ലെ? 3 കൊണ്ടും ഇതാക്കാം. സോ 8 അതുപോലെ ഇറക്കിയിട്ടു. 12, 3, 4, 12, 18, 3, 6, 3, 18, 27, 9. ഇനി വീണ്ടും 3 കൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്ക് ഇവിടെ 6 3 കൊണ്ട് തന്നെ എടുക്കും. ഇവിടെ നോക്കിയേ, 8 അതുപോലെ ഇറക്കിയിട്ടു, 4 ഇറക്കിയിട്ടു, 6, 3 2 പ്രാവശ്യം, 30, 3 3 പ്രാവശ്യം. ഇനിയും എനിക്ക് 2 കൊണ്ട് ഹരിക്കാം, വേണ്ട 4 കൊണ്ട് എടുക്കാം, വേണ്ട 2 കൊണ്ട് എടുക്കാം അല്ലെ? എളുപ്പത്തിന് 2 കൊണ്ട് എടുക്കാം. 8ല് 4 പ്രാവശ്യം അല്ലെ? പിന്നെ 4 2 പ്രാവശ്യം, 2ല് 1 പ്രാവശ്യം, പിന്നെ 3. വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് എടുക്കാം. അപ്പൊ എന്തായി? 4 2 പ്രാവശ്യം, 2ല് 2 പ്രാവശ്യം, പിന്നെ 1 3. ഇനി എന്ത് ചെയ്യാം? എല്ലാം കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2 × 3 6. ഓക്കെ, പിന്നെ 3 × 2 6, പിന്നെ 2 × 2 4 × 3. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ 6 6 36, 36 × 4 12 അല്ലെ? 36 × 12 നോക്കി, 36 × 12 36. എളുപ്പത്തിന് വേണ്ടി ചെയ്യാം. 6, 12, 2 ശിഷ്ടം 1. ഓക്കെ, 6, 7,
6 3 ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നേ 2 7 6 13 3 ശിഷ്ടം 3 432 എന്ന് വരും. സോ LCM എത്രയാണ് 432. നോക്കിയേ ഫസ്റ്റ് ഓപ്ഷന് 432 ഉണ്ട് 432. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വേഗം ഇതാണോ ചെയ്യേണ്ടത് ഉത്തരം എന്താ LCM എന്ത് ചെയ്യണം ഈ കോമൺ ആയിട്ടുള്ള 4 കുറയ്ക്കണം. സോ 432 4 കുറച്ചാൽ എത്രയാണ് 428. സോ എന്റെ ആൻസർ 428 ആയിരിക്കും. 432 അല്ല ആൻസർ 428 കേട്ടോ. ഒരുപക്ഷെ ഒരുപാട് സമയം പോവാ ഇങ്ങനെ LCM കാണാനായിരിക്കും. LCM എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് ഏറ്റവും വലിയ നമ്പർ എടുക്കുക 54 54 ഗുണിതങ്ങൾ ഇങ്ങനെ വിളിച്ചു നോക്കുക അത് എളുപ്പം. ഓക്കെ അപ്പൊ ഏതിലാണ് എല്ലാം പോവാൻ നോക്കുക. ഇവിടെ പക്ഷെ കുറെ നമ്പറുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് സോ ഇത് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്താ ചെയ്യേണ്ടത് വ്യത്യാസം കണ്ടുപിടിക്കുക കോമൺ ആയിരിക്കും. LCM കാണുക എന്നിട്ട് വ്യത്യാസം കണ്ടുപിടിക്കുക എളുപ്പമായി. ഓക്കെ അടുത്തത് നോക്കാം. എന്താണ് മോറിസ് സ്പെൻഡ് 25% ഓഫ് ഹിസ് ഇൻകം ഓൺ ഫുഡ്. അതായത് ഫുഡിന് വേണ്ടിയിട്ട് മോറിസ് എന്ത് ചെയ്തു 25% സ്പെൻഡ് ചെയ്തു. ഓക്കെ ഇങ്ങനെ പിന്നെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും ആദ്യം തന്നെ കിട്ടുന്ന ഫസ്റ്റ് സെന്റൻസ് വായിച്ചിട്ട് അപ്പൊ തന്നെ കിട്ടുന്ന അവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയും മൊത്തം വായിക്കും മോറിസ് ഫുഡ് ഈ ഘട്ടം ഇങ്ങനെ വായിക്കും എന്നിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടി വായിക്കും. എന്തിനാ ആദ്യം വായിക്കുന്നതിന് എഴുതി പോവാം. എന്നാ എന്താ പറയുക പരിപാടി എളുപ്പമാണ്. വീണ്ടും വീണ്ടും വായിക്കാൻ സമയം കേട്ടോ ചെയ്യരുത്. പിന്നെ ഹി ഗോട്ട് ആൻ ഇൻക്രിമെന്റ് ഓഫ് ₹1000. അയാൾക്ക് 1000 rupees എക്സ്ട്രാ കിട്ടി. പക്ഷെ അയാൾ എന്ത് ചെയ്യുക ഫുഡിന്റെ എക്സ്പെൻസ് ഒന്നും അയാൾ കൂട്ടിയില്ല. അത് മുമ്പ് 100 രൂപയാണെങ്കിൽ ഇപ്പം 100 രൂപ അയാൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ എന്താണ് ഈ 1000 എക്സ്ട്രാ വന്നപ്പോ എന്തായി അയാളുടെ എക്സ്പെൻസ് ഓൺ ഫുഡിലുള്ള മൊത്തം എക്സ്പെൻസ് എന്തായി 25 എന്നുള്ളത് 20% കുറഞ്ഞു. ക്ലിയർ ആയി പറയുന്നത്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് ഇയാൾ ചിലപ്പോ ഒരു 360 റുപ്യ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കിയെന്ന് വെച്ചു. അയാൾക്ക് മൊത്തം ഒരു വരുമാനം ഉണ്ടാവും. ആ വരുമാനത്തിന്റെ 360 രൂപ അയാൾ ചെലവാക്കി റാൻഡമായിട്ട് എടുത്ത് നമ്മൾ പഴയ 70%. ഇപ്പൊ അതിന്റെ കൂടെ 1000 കൂടി. അപ്പം പക്ഷെ ഇയാൾ ഇപ്പോഴും ചെലവാക്കുന്നത് 360 തന്നെയാണ്. പക്ഷെ ഇപ്പൊ കൂടിയപ്പോ എന്തായി ഈ 25% എന്നുള്ളത് 20%. ക്ലിയർ ആയോ? ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ഹിസ് ഇനീഷ്യൽ ഇൻകം ആദ്യം എത്ര കിട്ടിയിരുന്നു എന്നുള്ളത് ചോദ്യം. നമുക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും എന്താണ് ഇവിടെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോ അയാൾക്ക് കിട്ടിയിരുന്നത് നോക്കിയേ അയാൾക്ക് കിട്ടിയിരുന്നത് എക്സ് ആണെന്ന് വെച്ചു. പണ്ട് എത്രയോ കിട്ടിയിരുന്നു എക്സ് നട്ട് എക്സിന്റെ 25% അല്ലെ എക്സിന്റെ 25/100 എന്ന് പറയുന്നത് ഇപ്പൊ എത്രയാണ് ഇപ്പൊ എക്സിന്റെ കൂടെ ഒരു 1000 കൂടി. ഈ 1000ന്റെ 1000 ആയപ്പോ എത്രയത് ഇതിന്റെ 20%. ഇന്ന് എനിക്ക് എക്സ് കണ്ടുപിടിച്ചാൽ പോരെ. ക്ലിയർ ആയോ? വെറുതെ ഇതായ പഴയ എക്സ്പെൻസ് ഇത് ഇപ്പോഴത്തെ എക്സ്പെൻസ് ആണ്. ഇത് രണ്ട് തുല്യല്ലേ. എക്സ്പെൻസ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ 100 കട്ട് ചെയ്തു. പിന്നെ എനിക്ക് വേണമെങ്കിൽ 20 25 ഇവിടെ കട്ട് ചെയ്ത് 5 കട്ട് ചെയ്യാം. 25 5 പ്രാവശ്യം 20 5 4 പ്രാവശ്യം. ഓക്കെ ഇപ്പൊ എന്താ ഇവിടെ 5x എന്ന് വരും ഈക്വൽ ടു 4 ഇവിടെ നിന്ന് ഉള്ളിലേക്ക് എടുക്കാം. ഓക്കെ 4 into x x പ്ലസ് 4 into 1000 4000. സോ ഇങ്ങോട്ട് കൊണ്ടുപോകാം അല്ലെ 5x minus 4x x is equal to 4000 എന്ന് കിട്ടും. എക്സ് എന്തായിരുന്നു എക്സ്പെൻസ് ആണ്. സോ വാട്ട് വാസ് ഹിസ് ഇനീഷ്യൽ ഇൻകം സോ എക്സ്പെൻസ് അല്ല ഇൻകം അല്ലെ അതായിരുന്നു 4000. സോ ഓപ്ഷൻ ഡി. നല്ല ചോദ്യം അല്ലേ? ഇത് കണ്ടിട്ടൊന്നും ചെയ്യാണ്ടിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്കറിയാം എന്താണ് 1.5 മണിക്കൂർ അല്ലേ. 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലുമാണ്. സോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏതാണ്ട് നോക്കുമ്പോൾ എത്ര 45 സെക്കൻഡ് നമുക്ക് ടൈം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ RPFന്റെ കാര്യത്തിൽ. സോ നല്ല സ്പീഡിൽ ചെയ്യാൻ പഠിക്കും. അതിന് വേണ്ടിയാണെങ്കിൽ സ്പീഡിൽ ചെയ്ത് പോകണം. ഒരുപാട് ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 8% and 12%. ഓക്കെ ലെങ്ത് 8% കൂടി അതുപോലെ ബ്രെഡ്ത്ത് 12% കൂടി. അങ്ങനെയാണെങ്കിൽ then what will be the percentage increase in the area? അങ്ങനെയാണെങ്കിൽ ഏരിയയിൽ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ഉണ്ടാവുന്നു? റെക്ടാംഗിൾ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ വരികയാണെങ്കിൽ x plus y plus xy by 100. ഓക്കെ സോ എക്സ് കുറയാന്നുണ്ടെങ്കിൽ മൈനസ് എടുക്കാം. എക്സ് എത്ര കൂടി ഏരിയ എന്നുള്ളത് 8% കൂടി. ഓക്കെ മറ്റേത് 12% കൂടി പ്ലസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 8 into 12 എത്രയാണ് വായിക്കാൻ xy/100 അല്ലേ. ഓക്കെ സോ 8 into 12 നമുക്ക് 96 അല്ലെ. 96/12 8 20 20 പ്ലസ് 96/100 എത്രയാണ്
20.96 രണ്ട് സ്ഥാനം മാറ്റി പോയിട്ടാ പോലെ 20.96 20.96 എവിടെ ഓപ്ഷൻ ഓപ്ഷൻ എ ഉത്തരം 20.96 ഇതാണ് നെറ്റ് പെർസെന്റേജ് എഫക്റ്റിംഗ് ഏരിയ. ഓക്കെ, ഏരിയയിലുള്ള പെർസെന്റേജ് എഫക്ട് കേട്ടോ. ചിലപ്പോൾ കുറവാണെങ്കിൽ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ പറയും 8% കൂടി, ഇവിടെ അടുത്ത് 12% കുറഞ്ഞു എന്ന് പറയുമ്പോൾ വൈന്റെ സ്ഥാനത്ത് -5 എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഫൈൻ. അടുത്തത് എ ഷോപ്പ് കീപ്പർ സോൾഡ് 6 radios at loss of 20%. 6 റേഡിയോ ഇയാള് 20% നഷ്ടത്തിൽ വിറ്റു. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഇൻ വിച്ച് ഹി ഷുഡ് സെൽ ദ ടെലിവിഷൻ. ഒരു ടെലിവിഷൻ ഉണ്ട്, അയാൾക്ക് വിൽക്കണം. എങ്ങനെ കണ്ടീഷൻ വിൽക്കണം? അയാൾക്ക് വിൽക്കുമ്പോൾ ഈ റേഡിയോ സോ ദാറ്റ് ഹി ക്യാൻ ബി അറ്റ് ഓവറോൾ 0 ലോസ്. ഓക്കെ, അങ്ങനെ വിൽക്കുമ്പോൾ ഇയാൾക്ക് എന്താ ഈ നഷ്ടം ഉണ്ടാവാൻ പാടില്ല. ആ റേഡിയോ വിറ്റപ്പോൾ ഇയാൾക്ക് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. ആ നഷ്ടം ഇയാൾ ടെലിവിഷൻ വിറ്റിട്ട് നികത്തണം. ഒരു ടെലിവിഷന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയോന്റെ വിലയുടെ 3 ഇരട്ടിയാണ്. 3 ടൈംസ് അല്ലെ, 3 ടൈംസ് ഓഫ് റേഡിയോ ആണ് എന്ത് ടിവിയുടെ വില. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴേ നമ്മൾ വല്ലാണ്ടൊന്നും ചിന്തിക്കേണ്ട കാര്യം. നോക്കിയാൽ വല്ല എക്സാക്ട് വാല്യൂ എന്തെങ്കിലും ഉണ്ടോ? കോസ്റ്റ് പ്രൈസ് ഓഫ് റേഡിയോ, കോസ്റ്റ് പ്രൈസ് ഓഫ് ടി വി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവർ പെർസെന്റേജ് എളുപ്പത്തിന് വേണ്ടി ഒന്നിലേക്ക് 100 എടുക്കുക അല്ലെങ്കിൽ 10 എടുക്കുക. ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് 10 രൂപ എടുക്കാണ്. ഇപ്പൊ റേഡിയോന്റെ വില 10 രൂപ എന്ന് വെച്ചു. അപ്പൊ 6 റേഡിയോക്ക് എത്ര വരും? ശ്രദ്ധിച്ചോട്ടോ, 6 റേഡിയോക്ക് 600 രൂപ. 600 രൂപയ്ക്ക് ഇയാൾ വിൽക്കുകയാണെങ്കിൽ ഇയാൾക്ക് എന്തായിരിക്കും? സോറി, 600 അല്ല 60. സോറി, മാറിപ്പോയി. 60 രൂപയ്ക്ക് ഇയാൾ വിൽക്കുകയാണെങ്കിൽ ഇയാൾക്ക് എന്തില്ല? ലാഭമില്ല, നഷ്ടമില്ല. പക്ഷെ ഇയാൾ എങ്ങനെ എത്രയ്ക്കാ വിറ്റേ? ഇയാൾക്ക് നഷ്ടമുണ്ട്. എത്ര നഷ്ടം? 20% നഷ്ടമുണ്ട്. അപ്പൊ 60ന്റെ 20% എത്രയാ? 60ന്റെ 10% 6, 20% 12. അപ്പൊ 60ന്ന് 12 പോയാൽ ബാക്കി ഇയാൾ വിറ്റ് 48%-ആയിരിക്കും. ഐ മീൻ 48 രൂപയ്ക്കായിരിക്കും. ഇവിടെ ഇയാൾക്ക് 12 രൂപ നഷ്ടം പറ്റിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇനി ടെലിവിഷന്റെ കഥ. അപ്പൊ ഇതാണ് ഇപ്പൊ നടക്കുന്ന കണ്ടീഷൻ. ഇനി ടെലിവിഷന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ടെലിവിഷന്റെ വില എത്രയാണ്? 3 ടൈംസ് ദാറ്റ് ഓഫ് റേഡിയോ. റേഡിയോന്റെ വില എത്രയാണ്? 10. അപ്പൊ ടെലിവിഷന്റെ വില എത്രയായിരിക്കും? 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 30 രൂപയായിരിക്കും അല്ലെ? ഈ 30 രൂപയുടെ സാധനം ഇയാൾക്ക് 30 രൂപയ്ക്ക് തന്നെ വിറ്റിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇയാൾക്ക് എത്രയാണ്? 12 രൂപ ഇയാൾക്ക് ലാഭം കിട്ടണം. അപ്പൊ ഇയാൾ എത്രയ്ക്ക് വിൽക്കണം? 42 രൂപയ്ക്ക് വിൽക്കണം. അപ്പൊ 30 രൂപയുടെ സാധനം ഒരു 12 രൂപ കൂട്ടി 42 രൂപയ്ക്ക് വിറ്റ ഇയാൾക്ക് എന്തായി? പഴയ നഷ്ടവും കിട്ടി, ഇതിന്റെ വിലയും കിട്ടി അല്ലെ? അപ്പൊ ഈ 12 എന്നുള്ളത് ഈ 30ന്റെ എത്ര ശതമാനം നോക്കിയാൽ പോരെ അല്ലെ? എത്ര ശതമാനം കൂട്ടി വെക്കണം എന്നാണ്. 30ന്റെ 10% എത്രയാണ്? 3. 20% എത്രയാണ്? 30% 9 അല്ലെ? അപ്പൊ 40% എത്രയായിരിക്കും? 12. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി? ഇതാണ് ഏറ്റവും എളുപ്പമുള്ളത്. ഓക്കെ, അതായത് ഈ സാധനം ഇയാൾ 12 രൂപ കൂട്ടി വെക്കണം. 30 രൂപയുടെ സാധനം 40% കൂട്ടി വെക്കുക. അതായത് 30 രൂപ പ്ലസ് 40%. അതിന് 40% വിറ്റ ആൾക്ക് എത്രയായി? മൊത്തം 42 രൂപയായി. ഈ 40% എന്ന് പറയുന്നത് എന്ത്? 12 അല്ലെ? സോ ആൻസർ എത്രയാണ്? ഇയാൾ 40% വിറ്റ. ക്ലിയർ ആയോ? ഇത് ചില ആളുകൾ എക്സ് ഒക്കെ വെച്ച് ചെയ്യുന്നത് തെറ്റല്ല. ഞാൻ പറഞ്ഞ ബാഗ് കൂടി ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ പറയും വേറെ എന്തൊക്കെയോ രീതിയിലാണ് സാറ് ചെയ്യുന്നതെന്ന് പറയും. ഓക്കെ, ഫൈൻ. ഇവിടെ നോക്കി, ശരി, എക്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഒരു സാധനത്തിന് റേഡിയോക്ക് 6 റേഡിയോ ഉണ്ട്. 6 റേഡിയോന്റെ അല്ലെ നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 റേഡിയോ നഷ്ടം എന്ന് പറയുന്നത് 3 ഇരട്ടി വിലയുള്ള 3R അതുള്ളതിന്റെ എത്രയോ ശതമാനം കൂട്ടി വരും. മനസ്സിലായോ? 6 റേഡിയോ 20% നഷ്ടം കിട്ടും. 6 റേഡിയോ വിൽക്കുമ്പോൾ നഷ്ടം. ഇതല്ല അതിന്റെ ലോസ് എന്ന് പറഞ്ഞത് അല്ലെ? ഇത് ഈ ലോസ് എന്ന് പറഞ്ഞാല് ഒരു ടി വി എത്രയോ ശതമാനത്തിൽ വിൽക്കണം. സോ കൂടെ കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ 0, 100 കട്ട് ചെയ്തു, പിന്നെ 3 കട്ട് ചെയ്തു, 6 2 പ്രാവശ്യം. 2 × 20 എത്രയാണ്? 40. സോ 40 6 6 വെട്ടിക്കളഞ്ഞു അല്ലെ? ഓക്കെ, 6 6 വെട്ടിക്കളഞ്ഞു. സോ 40 ഈസ് ഈക്വൽ ടു എക്സ് പറഞ്ഞ പെർസെന്റേജ് അല്ലേ? ഓക്കെ, അപ്പൊ എത്രയ്ക്ക് വെക്കണം? 40% വെക്കണം. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? 6Rന്റെ 20% നഷ്ടം എന്ന് പറഞ്ഞാൽ 3Rന്റെ എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിച്ചു. ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ 6 പോയി, 3 പോയി, ഇവിടെ 2, ബാക്കി 2 × 20 എക്സ് ഈക്വൽ ടു 40 എന്ന് കിട്ടി. ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? ആസ് ആൻ എയർമാൻ ലോഹിത് ഹി ഈസ് ട്വൈസ് ആസ് കേപ്പബിൾ ആസ് ആയുഷ്.
അതായത് രോഹിത്തും ഉണ്ട് ആയുഷും ഉണ്ട്. ഓക്കെ, ആയുഷിനേക്കാളും 2 ഇരട്ടി കപ്പാസിറ്റി ആർക്കുണ്ട്? ലോഹിത്തിനുണ്ട്. സോറി, ലോഹിത്ത് ആ ലോഹിത്ത്. ആയുഷ് 1 ആണെങ്കിൽ ലോഹിത്ത് 2 വർക്ക് ചെയ്യും. ഓക്കെ ഫൈൻ. ടുഗദർ ദേ ഫിനിഷ് ദ വർക്ക് ഇൻ 17 ഡേയ്സ്. അപ്പൊ ഒരു ദിവസം ഒരുമിച്ചിട്ട് എത്ര വർക്ക് ചെയ്യും? അതായത് ചോദ്യം ഇതാണ്, ആയാസിന് ഏറെ ലോഹിത് ഈസ് ട്വൈസ് ആസ് കേപ്പബിൾ ആസ് ആയുഷ്. ആയുഷിനേക്കാൾ 2 ഇരട്ടി കപ്പാസിറ്റി ഉണ്ടായിരിക്കെ ലോഹിത്തിന്. ഒരുമിച്ച് അവർ 17 ദിവസം വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആയുഷ് ഒറ്റയ്ക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പൊ ഇവർ ഒരുമിച്ച് ഒരു ദിവസത്തെ വർക്ക് ചെയ്യും, 3 വർക്ക് ചെയ്യും. അങ്ങനെ 17 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും? 3 × 17 വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതല്ലേ 17 ദിവസം കൊണ്ട് ഒരു ചെയ്ത വർക്ക് ഉണ്ടാവാം. ഇതേ വർക്ക് ആര് ചെയ്യണം? ആയുഷ് എലോൺ എന്ന് പറയുമ്പോൾ ആയുഷ് ഒരു ദിവസത്തെ വർക്ക് ചെയ്യും, ഒരു വർക്ക് ചെയ്യും. അല്ല, അപ്പൊ എത്ര ദിവസം വേണ്ടി വരും? ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി അല്ലെ. സോ 3 × 17 എത്രയാണ്? 30 + 7 21. 30ഉം 21. സോ 51 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ ആയ പറഞ്ഞത്? എളുപ്പമാണ്. ലോഹിത് എന്നുള്ളത് ആയുഷിനേക്കാൾ 2 ഇരട്ടി വർക്ക് ചെയ്യും, ഒരുമിച്ച് ഒരു ദിവസം 3 വർക്ക് ചെയ്യും. അങ്ങനെ മൊത്തം അവര് 3 × 17, ഞാൻ 3 × 17 എന്ന് പറയുമ്പോൾ തന്നെ 51 വർക്ക് ചെയ്യും. ഈ 51 വർക്ക് ആയുഷ് ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഒരു ദിവസം ആയുഷ് ഒരു വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ 51 വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 81 ദിവസം എടുക്കും. ഓക്കെ, ഇത്ര. സോ ഇതൊക്കെ എന്താണ് ടൈം ആൻഡ് വർക്കിന്റെ എഫിഷ്യൻസി വെച്ചുള്ള മെത്തേഡ്. 1/, എന്ന് വെച്ചിട്ടൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ അങ്ങനെ പഠിച്ചാൽ അങ്ങനെ തന്നെ ചെയ്തോട്ടോ, തെറ്റൊന്നുമില്ല. അടുത്ത എന്താണ്? 2/5 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2/5 പാർട്ട് ഓഫ് എ ടാങ്ക് എ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഒരു ടാങ്ക് ഉണ്ട്, അതിന്റെ കപ്പാസിറ്റി നമുക്കറിയില്ല. അതിന്റെ എത്രയായി? 2/5 ഓൾറെഡി നിറഞ്ഞിട്ടുണ്ട്. 2 പൈപ്പ് ഉണ്ട്. പൈപ്പ് പി ഉള്ളിലേക്ക് വിടാം. പൈപ്പ് പി ക്യാൻ ഫിൽ ഇൻ 10 minutes. നമ്മൾ വേറൊരു പൈപ്പ് ഉണ്ട് പുറത്തേക്ക് പോകുന്നത്, പൈപ്പ് ക്യൂ empty it in 6 minutes. അപ്പൊ മൊത്തം ഓക്കെ 10 ഒരു ടാങ്കിന്റെ മൊത്തം കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് പൈപ്പ് പി മാത്രം ഓപ്പൺ ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നിറയുകയും പൈപ്പ് ക്യൂ മാത്രം ഓപ്പൺ ആണെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് കാലിയാവുകയും ചെയ്യും. മൊത്തം കപ്പാസിറ്റി പറയാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 6ന്റെയും 10ന്റെയും LCM എടുക്കും. അതാണ് ഏറ്റവും 30 ലിറ്റർ ആണ് ആ ടാങ്കിന്റെ കപ്പാസിറ്റി തന്നെ. അപ്പൊ നോക്കി, പിക്ക് അപ്പൊ എത്ര സമയം കൊണ്ട് നിറയ്ക്കും? 1 മിനിറ്റ്, 1 മണിക്കൂറിൽ ഒരു മിനിറ്റിൽ എത്ര നിറയ്ക്കും? 30 എന്നുള്ളത് 10 മിനിറ്റ് കൊണ്ട് നടക്കണം അല്ലെ. സോ 1 മിനിറ്റ് എത്ര നിറയ്ക്കും? 30/10 എത്രയാണ്? 3 ലിറ്റർ നിറയ്ക്കും. അതുപോലെ ക്യൂ പുറത്തേക്കാണ് പറയുന്നത്. ഈ 30 ലിറ്റർ പുറത്തേക്ക് കളയാൻ ക്യൂവിന് എത്ര സമയം വേണം? 6 മിനിറ്റ് മതി. എന്ന് പറയുമ്പോൾ 5 ലിറ്റർ അതൊരു മിനിറ്റിൽ പുറത്തേക്ക് കളയും. അപ്പൊ ഒന്ന് ഉറപ്പാണ്, രണ്ടും കൂടി ഒരുമിച്ച് ഓപ്പൺ ആക്കി എന്താവും? പി 3 ലിറ്റർ ഉള്ളിലേക്ക് ഇടുകയും ചെയ്യും, ക്യൂ 5 ലിറ്റർ പുറത്തേക്കും കളയും. സോ എന്തായാലും ടാങ്ക് എന്ത് ചെയ്യും? ഒരിക്കലും നിറയുന്നില്ല. കാരണം എന്താ? 3 ലിറ്റർ ഉള്ളിലേക്ക് വരുള്ളൂ, 5 ലിറ്റർ പുറത്തേക്ക് പോകണ്ട. അപ്പൊ ഒരിക്കലും നിറയില്ല, കാര്യമാവുകയുള്ളൂ. മനസ്സിലായോ? ഇനി പറഞ്ഞത് ഇപ്പൊ ടാങ്കിന്റെ ഇനി നമുക്ക് ചോദിക്കും 2/5 മൊത്തം കപ്പാസിറ്റി 30ന്റെ 2/5 ഭാഗം നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് വെട്ടിക്കളയാം. 6 × 2 12 അല്ലെ. സോ 12 2/5 അല്ലേ? 12 ലിറ്റർ വെള്ളം അതിലുണ്ട്. ഓക്കെ, ഇനി എന്താണ്? അങ്ങനെ രണ്ടും കൂടി ഇനി ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ആലോചിക്കുക. 12 ലിറ്റർ ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടി ഓപ്പൺ ആകുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? 3 ലിറ്റർ ഉള്ളിലേക്ക് വരും, 1 മിനിറ്റ് 3 ലിറ്റർ ഉള്ളിലേക്ക് വരും, 5 ലിറ്റർ പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവിടെ എഫക്റ്റീവ് സംഭവിക്കുന്നത് എന്താ? 1 മിനിറ്റിൽ 2 ലിറ്റർ പുറത്തേക്ക് പോകല്ലേ ചെയ്യണേ അല്ലെ. ഒരു മിനിറ്റിൽ 2 ലിറ്റർ പുറത്തേക്ക് പോകും. ഇനി ഇവിടെ ചോദ്യം എന്താ? മൊത്തം 12 ലിറ്റർ അവിടെ ഉണ്ട്. ആ 12 ലിറ്റർ വെള്ളവും പുറത്തേക്ക് പോകാൻ എത്ര സമയം വേണ്ടി വരും? 1 മിനിറ്റിൽ 2 ലിറ്റർ, 2 മിനിറ്റിൽ 6, 4, അങ്ങനെ എത്രയാണ്? 12/2 പോരെ. സോ 6 മിനിറ്റ് മതി. എവിടെ? 6 മിനിറ്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് ഇവിടെ മൊത്തം 30 ലിറ്റർ ഉണ്ട്. ഇതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. പി എന്ന് പറഞ്ഞാൽ 3 ലിറ്റർ ഉള്ളിലേക്ക് എടുക്കും, ക്യൂ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ പുറത്തേക്ക് കളയും. രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് 2 ലിറ്റർ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ആ 2 ലിറ്റർ പുറത്തു പോകുന്നത് വെച്ചിട്ട് മൊത്തം ഇവിടെ 2/5 അല്ലെ, 5 ഭാഗമാക്കിയതിലെ 2 ഭാഗം എന്ന് പറയുമ്പോൾ 12 ലിറ്റർ. ഓക്കെ, ഈ 12 ലിറ്റർ കാലിയാവാൻ 1 മിനിറ്റിൽ 2 ലിറ്റർ, 12 ലിറ്റർ കാലിയാവും 12/2, 6 മിനിറ്റ്. ഓക്കെ, അടുത്തെന്താ? ഓക്കെ, ഇവിടെ നോക്കിയതാ. The ratio of the ages of Deepika and her mother 3:11.
ആഫ്റ്റർ 3 years 3 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജ് 1:3 ആവും. പിന്നെ വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദീപിക അല്ലെ? ദീപികയുടെ വയസ്സ് 10 ചോദ്യം. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് 3x എന്നും 11x എന്നും എടുക്കും. ആഫ്റ്റർ 3 years അല്ലെ +3 3 വർഷം കഴിയുമ്പോൾ എന്താണ് 1/3 ആവണം. 3 കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ വരുന്നത് 3 × 3 9x പ്ലസ് 3 × 3 9 ഈസ് ഈക്വൽ ടു 11x പ്ലസ് 3 എന്ന് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ 9x 11x അല്ലെ. സോ 2x is equal to 6 എന്ന് വരും. x is equal to 3 6/2 x 3 ആണ്. സോ ദീപികയുടെ ഇപ്പോഴത്തെ പ്രായം എത്രയായിരുന്നു? വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദീപിക അല്ലെ? എത്ര 3x എന്നല്ല എടുത്തേ 3 × 3 9 9 years ഇങ്ങനെ കിട്ടും. ഇതൊരു വഴി നമ്മുടെ ഈ എന്താ ഡിവിഷൻ ഒക്കെ വെച്ചിട്ടുള്ള വഴി. ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇപ്പൊ ദീപികയുടെയും അമ്മയുടെയും പ്രായം എന്ന് പറഞ്ഞാൽ 3:11 അല്ലേ? ദീപിക മദർ. ഇവിടെ ഉള്ള ഈ ഒരു പ്രായമല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് 3x എന്ന് 11x എന്നൊക്കെ എടുത്തു അല്ലെ? ഇപ്പോഴത്തെ പ്രായം എന്തായിരിക്കും? എന്തായാലും 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ വരുള്ളൂ. 3ന്റെ ഗുണപ്പട്ടികയിൽ വരട്ടെ 3 × സംതിങ് എന്നല്ലേ വരിക ദീപികയുടെ പ്രായം. അമ്മയുടെ പ്രായം എന്തായിരിക്കും? 11 × സംതിങ് എന്നാ വരും അല്ലെ? അപ്പൊ 3ന്റെ ഗുണപ്പട്ടികയിലൂടെ ഏതൊക്കെയുണ്ട്? ഓപ്ഷൻ നോക്കുക. 13 വരുമോ? ഇല്ല. 11 വരുമോ? ഇല്ല. ആകെ എന്താ വരുള്ളൂ? 15 ഉം 9 വരുള്ളൂ. ഈ 2 ഓപ്ഷൻ എനിക്ക് വരുള്ളൂ. ഓക്കെ, നമ്മള് 15 എടുക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രായം ഈ 3 വർഷം കഴിയുമ്പോൾ അതെന്താവണം 1:3 എന്നാവണം. ഇപ്പൊ ഇവിടെ ദീപികയുടെ പ്രായം 15 ആവുകയാണെങ്കിൽ 3 × 5 ഞാൻ ചെയ്താൽ പോരെ അല്ലെ? ഇപ്പൊ ദീപികയ്ക്ക് 15 ആവണമെങ്കിൽ അപ്പൊ അമ്മയ്ക്ക് എത്ര ആയിട്ടുണ്ടാവും ആലോചിക്കുകയും. അമ്മയ്ക്ക് 11 × 5 എത്ര ആയിട്ടുണ്ടാവണം? അപ്പൊ ദീപികയ്ക്ക് ഇപ്പൊ 15 ആണെങ്കിൽ അമ്മയ്ക്ക് എത്ര ആയിട്ടുണ്ടാവും? 55 ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോഴല്ലേ എനിക്ക് വെട്ടിക്കളയുമ്പോൾ 5 ഞാൻ വെട്ടിക്കളയും 15 ആകുമ്പോൾ 3 ആവും, ഇവിടെ 13 ആവും. ഇനി 3 വർഷം കഴിഞ്ഞാൽ അമ്മ എത്രയാവും? 15 55 3 58 ആവും. ഇവിടെ എത്രയാവും? 3 വർഷം കഴിയുമ്പോൾ 18 ആവും. ഈ സാധനം വെട്ടിക്കളഞ്ഞാൽ 1:3 വരുമോ? 18 × 3 ആണോ 58? അല്ല. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. 3 വർഷം കഴിഞ്ഞ് 1:3 ആവില്ല. അപ്പൊ ഒരിക്കലും എന്താവില്ല? 15 ആവില്ല. ബാക്കിയുള്ളത് 9 ആണ്. ഒന്ന് ആലോചിക്കോ, ദീപയ്ക്ക് 9 ആണെങ്കിൽ എന്താണ് 3 × 3 ആണ് 9 അല്ലെ? 11 × 3 അപ്പൊ അമ്മയ്ക്ക് എത്ര ആയിട്ടുണ്ടാവും? 33 ആയിട്ടുണ്ടാവും. 3 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് 36 ദീപയ്ക്ക് എത്ര ആയിട്ടുണ്ടാവും? 12 ആയിട്ടുണ്ടാവും അല്ലെ? 3 വർഷം കഴിയുമ്പോൾ 12 36 12 വെട്ടിക്കളയാൻ 1:3 വന്നു. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എപ്പോ കുറെ പ്രാക്ടീസ് ചെയ്യുന്നു കേട്ടോ. അടുത്ത് നോക്കാം. എന്താണ് എ ട്രെയിൻ റൺസ് അറ്റ് 72 km/h അല്ലെ? 72 km/h സ്പീഡിൽ ട്രെയിൻ പോകണം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 15 സെക്കൻഡ്സ്. സെക്കൻഡ്സിലാണ് ചോദിച്ചിട്ടുള്ളത്. മീറ്റർ സെക്കൻഡ് അല്ലെ? സോ km/h നമ്മൾ എന്ത് ചെയ്യണം? m/s മാറ്റണം. ഓക്കെ, അപ്പൊ എങ്ങനെ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് നമുക്കറിയാം 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞുതരാം. km/h m/s ആക്കുക. അതേപോലെ m/s km/h ആക്കുക. ഇതിലാകെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ 18/5 അല്ല 5/18 ഇത്രയേ ഉള്ളൂ. അപ്പോ ഇവിടെ നോക്കിയേ, മാറ്റേണ്ടത് ചെറിയ സാധനത്തിക്കല്ലേ? m/s ആദ്യത്തെ കണ്ടീഷനിൽ km/h m/s മാറ്റണം. അപ്പൊ എന്ത് ചെയ്യാ? ചെറിയ നമ്പർ മുന്നിൽ ഇടുക. ചെറിയ നമ്പർ 5/18. ഏതൊക്കെയാണോ മാറ്റേണ്ടത് ഇവിടെ ചെറിയ സംഖ്യ ഇതാണ് ചെറുത്. ഇനി അടുത്ത് നോക്കിയാൽ മീറ്ററിന്ന് കിലോമീറ്ററിലേക്ക് വലുതിക്കാൻ മാറ്റേണ്ടത് അപ്പൊ വലിയ നമ്പർ 18/5. ഇപ്പൊ km/h 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ m/s കിട്ടും. m/s 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ km/h. ഇപ്പൊ ഇവിടെ നോക്കാം. അപ്പൊ 72 km/h എന്നുള്ള m/s മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5/18 m/s ആയി. ഒരു സെക്കൻഡിൽ ഇത്ര മീറ്റർ സഞ്ചരിക്കും. ഇതിപ്പോ ചെയ്യണ്ട, ഇന്നിപ്പോ ചെയ്യാൻ നിൽക്കണ്ട, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഇനി ചോദ്യം എന്താ? അങ്ങനെയാണെങ്കിൽ 15 സെക്കൻഡ് ഉള്ളൂ. ഒരു സെക്കൻഡിൽ എത്രയാണെങ്കിൽ 15 സെക്കൻഡ് എത്ര എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 15 ചെയ്താൽ പോരെ? നമ്മുടെ എഴുതാം 72 × 5/18 ഇൻറ്റു ഒരു 15 സെക്കൻഡ്. ഇനി വെട്ടിക്കളയണം. 3 കൊണ്ട് വെട്ടിക്കളയണം. 3 6 18 15 3 5 പ്രാവശ്യം. പിന്നെ 6 72 എത്ര പ്രാവശ്യം പോവും? 12 അല്ലെ? ഇനി ഇവിടെ നോക്കിയേ, 12 × 5 എത്രയാ? 5 × 12 60. 60 × 5 30 300. ഓപ്ഷൻ ബി 300 ആണ് എന്റെ. ക്ലിയർ ആയോ?
ഓക്കെ, അടുത്തത് ഫൈൻ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിത് നോക്കിയത് വളരെ പല ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ചെയ്യുന്നതൊക്കെ രണ്ട് രീതിയിലും ചില സമയം ഒരുപാട് പോകുന്നുള്ളതാണ്. പല രീതിയിലും ചെയ്യുന്നുണ്ട്. എക്സ് വെച്ച് ചെയ്യാം, അല്ലാണ്ട് ജസ്റ്റ് ലോജിക്കലി ആലോചിച്ച് ചെയ്യാം, അല്ലെ? അങ്ങനെ പല മറ്റേ ആവറേജിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ജസ്റ്റ് ആലോചിച്ച് വേറെ ചെയ്തു, അല്ലെ? സോ ഇതുപോലെ വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. കുറച്ച് സ്പീഡിൽ നന്നായി പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. സോ അത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചെയ്ത് നോക്കാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ടെലഗ്രാം ചാനലിലെ ലിങ്കും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലാണ്. ടെലഗ്രാമിന്റെ പേരെന്താ, എഡ്യു ഹബ് ഓൺലൈൻ, ടെലഗ്രാം സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വെരി നൈസ്.